എങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലേ? പുതിയൊരു ദിവസം തുടങ്ങുന്നു. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. രാവിലെ തന്നെ വീഡിയോ തുടങ്ങാം. ഇന്ന് ഞാൻ ഇച്ചിരി സന്തോഷത്തിലായെന്ന് പറയുന്നത് 2 ദിവസം കൊണ്ട് ഞാൻ സന്തോഷത്തിലാണ്. നിങ്ങൾ ഈ ഫോട്ടോയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാം വെറൈറ്റി ഫോട്ടോകളാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം തന്നെയാണ്. ഇൻസ്റ്റയിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വിദേശ ഇപ്പം സൗദിയിലും പിന്നെ ദുബായിലും ഷാർജയിലും ഒക്കെ ഉള്ളവർ അവരുടെ ഇൻസ്റ്റയിൽ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായിട്ട് അവരെടുത്ത ഫോട്ടോകൾ ഇങ്ങനെ അവരവരുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം അതൊരു ഒഴുക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ തരംഗം എന്ന് പറയുന്നത് തന്നെ പറയാം. ഫോട്ടോകളുടെ ഒരു തരംഗമാണ്. അവരുടെ ഒരു സന്തോഷമാണ് നമ്മൾ കാണുന്നത്. അവരിങ്ങനെ ഫോട്ടോകൾ ഇങ്ങനെ പങ്കുവെച്ചു, ഡോക്ടറുമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തു എന്ന് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. ഞാൻ പലപ്പോഴും ഒരു ഫോട്ടോ കിട്ടാൻ അല്ലെങ്കിൽ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടി പലപ്പോഴും കഷ്ടപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ റോബിൻ്റെയോ ആരതിപ്പൊടിയോ ആരെങ്കിലും ഏതെങ്കിലും ഇൻസ്റ്റയിൽ കയറി പോകും, ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യാമല്ലോ. ചില ദിവസം ഒരു കണ്ടന്റും കിട്ടത്തില്ല. അപ്പോഴൊക്കെ ഈ ഒരു ഫോട്ടോ, പഴയ ഫോട്ടോകളൊക്കെ എടുത്ത് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം 2 ദിവസമായിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോകൾ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കയറി നോക്കിയാൽ ഡോക്ടർ തരംഗം എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ. അപ്പോൾ ഈ ഫോട്ടോ എടുത്തവരും വീഡിയോ എടുത്തവരെല്ലാം അവരുടെ സന്തോഷമാണ് അവർ പങ്കുവെക്കുന്നത്. ഞാനെപ്പോഴും പറയുന്നുണ്ട്, ഈ ബിഗ് ബോസിൻ്റെ സീസൺ 6 തുടങ്ങാൻ പോകുന്നു. അപ്പോഴും ഈ തരംഗം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഈ മനുഷ്യൻ വേറെ ലെവലാണ് അല്ലേ? അപ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഈ ഷാർജയിൽ തന്നെ അഖിൽമാരാർ ഫെറീനയോടൊപ്പം വിളിച്ചതേക്കുന്നത് അങ്ങ് ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണനെയാണ്. അപ്പോൾ അഖിൽമാരാർ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ സീസണിലെ വിന്നർ, ഫെറീന കഴിഞ്ഞ സീസണിലെ ഒരു മത്സരാർത്ഥി. പക്ഷെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോ ഒരു വിന്നർ പോലും അല്ല. പക്ഷേ സീസൺ 4 അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് കേട്ട് കഴിയുമ്പോൾ ആദ്യമേ മനസ്സിൽ തോന്നുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അപ്പോൾ അത്രയ്ക്കുണ്ട് പവർ. സീസൺ 5 തുറന്നു കഴിയുമ്പോൾ പുള്ളിയുടെ ഇതൊക്കെ അങ്ങ് പോവും എന്ന് വിചാരിച്ചു. ഇപ്പോൾ 6 തുടങ്ങാറായി. അപ്പോഴും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലേ. അപ്പം നമുക്ക് പുതിയ ഞാൻ പറഞ്ഞില്ലേ, ഇട്ടേക്കുന്ന വീഡിയോകളെല്ലാം വീഡിയോ അല്ല, ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക. നമുക്ക് അതൊന്ന് കാണാം. കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അതല്ലേ നല്ലത്. ഓക്കെ.
മലയാളം ആർക്കും മനസ്സിലാക്കി എനിക്കെന്താ അറിയത്തില്ല. അതിപ്പോ പറയും കാരണം അതൊന്ന് സംസാരിക്കാമോ ചോദിച്ചു. അങ്ങനെ സംസാരിക്കാമോ ചോദിച്ചു. അതുപോലെ തന്നെ അഖിൽ ബാലാർ, അതോടൊപ്പം തന്നെ ക്യൂട്ട് ആയിട്ടുള്ള സെറീന ഇസ് എ ടോളസ്റ്റ് ഗേൾ. മൂന്നാൾക്കാരുണ്ട് ഇപ്പൊ രണ്ടാളെ. പുതിയ പുതിയ ഫോട്ടോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ലെന്ന്. ഇങ്ങനെ ഡോക്ടറുമായിട്ട് എടുത്തേക്കുന്ന ഫോട്ടോകളെല്ലാം പങ്കുവെച്ചുകൊണ്ട് പലരും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നിരന്തരമായി ഫോട്ടോകൾ വരുന്നുണ്ട്, വീഡിയോകൾ വരുന്നുണ്ട്. അങ്ങനെ പുതിയ പുതിയ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ആയിട്ട് ഒരു തരംഗം തന്നെ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പുതിയ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേന് പുതിയ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഗൾഫ് നാടുകളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അവർ ഗൾഫ് നാട്ടിലുണ്ട്, അവർ ഡോക്ടർ റോബിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഫോട്ടോ പങ്കുവെച്ചിരിക്കും എന്നുള്ള. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോ അങ്ങനെ പങ്കുവെക്കാൻ പറ്റത്തില്ല. കാരണം ഡോക്ടർ നമ്മൾ സമ്മതിക്കണം, ഡോക്ടറുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ നമ്മൾ സമ്മതിച്ചാൽ മറ്റതേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ചറിയാം, എത്ര വൈകിയാലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ തന്നോടൊപ്പം ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുള്ള ഏത് വ്യക്തികളോടൊപ്പം നിന്നും ഡോക്ടർ ഫോട്ടോ എടുത്തിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 2 കൊല്ലം മുമ്പ് നമ്മൾ കണ്ട ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെ ഇപ്പോഴും ഇങ്ങനെ തുടരുന്നു. സീസൺ 6 തുടങ്ങുമ്പോഴും തരംഗം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെ അല്ലേ. ഇതിന് വേറെ ഉദാഹരണങ്ങളൊന്നും വേണ്ട. അപ്പം മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും വരെ ഷോർട്ട് ബ്രേക്ക്.